പന്നേക്കുമ്പോ തീർന്നു, അതുകൊണ്ട് ഞാൻ കൈ നിട്ടതാ. ചേട്ടാ, ഞങ്ങൾ ഇന്നലെ ഓട് മാറ്റിയിട്ട് ചോർച്ച മാറി. ഹലോ ഹലോ ഹലോ, ഇങ്ങനെ ഇവിടെ വന്നേ കസരത്ത് കാണിക്കാൻ നിങ്ങളുടെ പഞ്ചായത്ത് ഗ്രൗണ്ട് ഒന്നല്ല ഇത്, ഞങ്ങളുടെ ഫ്ലോറാണ്. ഇവിടെ വന്ന് ഇങ്ങനെ ഒന്നും അഭ്യാസങ്ങളൊന്നും കാണിക്കേണ്ട കാര്യം. അയ്യോ, എക്സർസൈസ് ചെയ്തതല്ല. പിന്നെന്താണ്? ഇവിടെ ഒരുപാട് പേരുണ്ടല്ലോ, ഞാൻ ഇച്ചിരി സ്പ്രേ അടിച്ചതാ ശരീരത്തിൽ. അത് ശരി. ആരാണ് മനസ്സിലായില്ല? ആരാന്ന് മനസ്സിലായില്ലെന്നോ? എന്നെ മനസ്സിലായില്ലെന്ന്, ഇവർക്ക് എന്നെ മനസ്സിലായില്ലെന്ന്. അതെ, ഒരു കൂട്ടം ആളുകൾ അറിയപ്പെടുന്ന ഒരു പ്രശസ്തനും സാഹസികനുമായ ഒരു കരാട്ടെ മാഷാണ് ഞാൻ. ഓ, ഏത് കൂട്ടം? ഏത് കൂട്ടം? നിങ്ങൾ നിക്രമുള്ളി. അയ്യോ, അതല്ല ഞാൻ പറഞ്ഞേ. നിങ്ങൾ നിക്രമുള്ളി എന്ന് പറഞ്ഞ വാട്സപ്പ് ഗ്രൂപ്പ് കണ്ടിട്ടുണ്ടോ? അതിനകത്ത് ഒരു കൂട്ടം ആളുകൾ അറിയപ്പെടുന്ന അതിസാഹസികനായ ഒരു കരാട്ടക്കാരനാണ് ഞാൻ. ആണല്ലേ? പക്ഷെ കരാട്ടക്കാരനാണെങ്കിലും നിഷ്കളങ്കനാണെന്ന് തോന്നുന്നു. ജുബ്ബ ഇട്ടോണ്ട് വന്നല്ലോ. അത് മറ്റേ ഇതിന്റെ മേളിലിടുന്ന സാധനം അമ്മ പള്ളിയിൽ പോയപ്പോഴേ മറ്റേ ചട്ടയാന്ന് പറഞ്ഞ് എടുത്തോണ്ട് പോയി. ഞാൻ വെച്ച് കരാട്ട കഴിഞ്ഞാൽ നേരെ കഥാപ്രസവത്തിന് പോകുന്നു. ഇല്ല, സത്യത്തിൽ ഞാൻ ഇവിടെ. അല്ലല്ല, നിങ്ങളുടെ പേരെന്താണ്? എന്റെ പേര് ജംബർ ബാബു. ജംബർ ബാബു. ജംബർ ബാബു എന്ത് സാഹസികതയാണ് കൂടുതലും കാണിക്കാറുള്ളത്? ഞാൻ സാഹസികാന്ന് പറഞ്ഞ് ഞാൻ ഈ 10 നില കെട്ടിടത്തിന്റെ മേളിലേക്കേ കയറെ തൂങ്ങി വിളിച്ചില്ലേലും വലിഞ്ഞു കയറി ചെല്ലും. ഇതൊക്കെ ലോകം നുണയാണ്. പിന്നെ അല്ല, അത് നുണയെന്ന് പറഞ്ഞ കാര്യമുണ്ട്. ഇതിപ്പോ നിങ്ങൾ വലിഞ്ഞു കയറി ചെല്ലണമെങ്കിൽ കയറിൽ കയറി പോകണ്ടേ? അപ്പൊ ആദ്യം കയറവിടെ കെട്ടാൻ പോകണ്ടേ? അതിന് വേറൊരു സംഭവം ഉണ്ട്. എന്റെ ഒരു ഉടുമ്പുണ്ട്. ഉറുമ്പോ? ഉറുമ്പല്ല, ഉടുമ്പ്. ഉടുമ്പ്. ഈ ഉടുമ്പ് പിടിച്ചാ വിടൂല്ലോ. ഉടുമ്പിന്റെ അരയിൽ വള്ളി കെട്ടിയച്ച് ഈ ഉടുമ്പിനെ ഇങ്ങനെ മേളിലേക്ക് എറിയും. 10 നില കെട്ടിടത്തിന്റെ മേളിലേക്ക് എറിയും. അപ്പൊ ഈ ഉടുമ്പ് മേളിലേക്ക് എന്ന് വെച്ചാൽ ജയൻ പിടിച്ച് ഇങ്ങനെ നിക്കണാര് ഇങ്ങനെ നിന്നെച്ചാ ഇങ്ങനെ കാണിക്കും. ജയൻ അങ്ങനെ കാണിക്കും. എന്നിട്ട് ഈ ഉടുമ്പിന്റെ അര കിടക്കണ വള്ളിയിൽ ഇങ്ങനെ കപ്പയാരും മണിയടിക്കാരും ഇങ്ങനെ ഒന്ന് വലിച്ചു നോക്കും. മുറുകിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ പതുക്കെ കേറിയൊക്കെ പോകും. അത് ശരി. അപ്പൊ ഇനിയിപ്പോ വേറൊരു 10 നില കെട്ടിടത്തിൽ കയറണമെങ്കിൽ എന്ത് ചെയ്യും? അന്നേരം പോവും. എങ്ങനെ പോവും? ഉടുമ്പിനെ കൊണ്ടുപോകും. ഉടുമ്പ് പറ്റി പിടിച്ചാൽ പിന്നെ വിടത്തനല്ലോ, പിന്നെ എങ്ങനെയാണ്? അതിന് ട്രിക്കുണ്ട്. ഈ 10 നില കെട്ടിടത്തിന്റെ മേളിൽ ചെന്നതിന് ശേഷം ഈ ഉടുമ്പിന്റെ നാഭിച്ചുഴി നോക്കി ഒരു ചുടുചുംബനം അല്ലെങ്കിൽ ഒരു കിക്കിളി. അപ്പൊ ഈ മനുഷ്യനൊരു നാണമില്ല എന്ന് പറഞ്ഞ ഉടുമ്പ് ഇങ്ങനെ അയ്യേ ഇങ്ങനെ മുഖം തപ്പുമ്പോ നമ്മൾ ബിഗ് ഷോപ്പർ തുറന്നാൽ മതി, ഈ ഉടുമ്പ് അങ്ങോട്ട് വീണു. ഇപ്പൊ ഇവിടെ എന്താ വന്നെന്താണ്? ഇവിടെ വന്നതിന്റെ വെച്ചാല് ഞാനൊരു പേരുകെട്ട കരാട്ട മാഷാണല്ലോ. അപ്പൊ നിങ്ങൾ ഈ ചാനലിലൂടെ എന്റെ കരാട്ട ക്ലാസ്സിനെ കുറിച്ചൊരു ക്ലാസ് കൊടുക്കുമായിരുന്നെങ്കിൽ എനിക്ക് ഇച്ചിരി ചില്ലറ കൂടുതൽ കിട്ടിയാണ്. അയ്യേ, അങ്ങനൊന്നും നമ്മളൊക്കെ ഇവിടെ മാത്രമല്ല. ഇപ്പൊ നമ്മളിതിപ്പം ഇങ്ങനെ ഒരു പരസ്യം കൊടുത്താൽ നമുക്ക് എന്താണ് പ്രയോജനം? അല്ല, നിങ്ങൾക്ക് പ്രയോജനമില്ല. നിങ്ങൾക്കൊരു സംഭവം, നിങ്ങൾ ആരെങ്കിലും ഞാൻ കരാട്ട പഠിപ്പിക്കാം. ഞങ്ങളെ അത് കൊള്ളാം. എനിക്ക് ഞാൻ കുറെ നാളായി വിചാരിച്ചിരിക്കുന്നു കരാട്ടെ പഠിക്കാം. അല്ല, പെണ്ണുങ്ങൾക്ക് ധൈര്യമില്ല. പെണ്ണുങ്ങൾക്ക് കരാട്ട പഠിക്കാൻ കൊള്ളാം. പെണ്ണുങ്ങൾക്ക് ധൈര്യം ഉണ്ട്. അല്ലല്ല, പെണ്ണുങ്ങൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുച്ചിപ്പിടി, മോഹിനിയാട്ടം, ഭരതനാട്യം ഇതൊക്കെ പെണ്ണുങ്ങളോട് പറഞ്ഞേക്കണം. ഒരു തെറ്റായ ധാരണയാണ്. പെണ്ണുങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട്. ധൈര്യമില്ലേ പെണ്ണുങ്ങൾക്ക്? അതാണ്. പെണ്ണുങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഉണ്ട്. അത്രക്ക് ധൈര്യമാണോ? ഉണ്ട്. എന്നാ നിങ്ങളൊന്ന് തെളിയിച്ചേ ധൈര്യമാണെന്ന്. അയ്യോ, ഇത് മൊത്തം പെണ്ണുങ്ങളായി പോയല്ലോ. ധൈര്യം ഉണ്ടെന്ന് അങ്ങനെയാണെങ്കിൽ തെളിയിക്കണ്ടേ? നിങ്ങള് കല്യാണം കഴിച്ചാണല്ലോ അല്ലേ? തോന്നണല്ലേ? ഒരു പെണ്ണും കെട്ടും തോന്നണ. ഓക്കെ, അപ്പൊ കല്യാണം കഴിക്കാൻ ചെന്നപ്പോ പെണ്ണ് കാണാൻ എത്ര പേര്? പെണ്ണ് കാണാൻ ചെന്നപ്പോ ഞാനും എന്റെ കൂട്ടുകാരൻ 4 പേരും കൂടി 5 പേര് പോയി. നിങ്ങൾ 5 പേര് കൂടിയിട്ടാ? 5 പേര് ഞങ്ങള്. നിശ്ചയത്തിന് എത്ര പേരുണ്ടായിരുന്നു? നിശ്ചയത്തിന് ഞങ്ങൾ 50 പേര് പോയി. നിങ്ങൾ 50 പേര് അവിടെ ചെന്ന് കല്യാണം ഉറപ്പിച്ചു. കല്യാണത്തിന് എത്ര പേരുണ്ടായിരുന്നു? 150 പേര് പോയി. ഓ, വലിയ കല്യാണമായിരുന്നു. ഓക്കെ, അപ്പൊ 150 പേര് ചെന്ന് ആണ് കല്യാണം കഴിച്ച് ചേച്ചിയെ കൂട്ടിക്കൊണ്ട് വന്നത്. ചേച്ചി എത്ര പേരുമായിട്ടാ വന്നത് വീട്ടിലേക്ക്? ഒരാളായിട്ട്, ഒറ്റയ്ക്ക്. ഒരാള്. നിങ്ങൾ 150 പേരെയും കൂട്ടിയിട്ടാ പോയത്. പെണ്ണുരുത്തി ഒറ്റയ്ക്ക് വന്നില്ലേ? അതാണ് ഞങ്ങളുടെ ധൈര്യം. മനസ്സിലായാ? നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടല്ലേ? ഇഷ്ടമായില്ലേ? പറഞ്ഞപ്പോഴത്തേക്ക് അതാണ്. അത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഞങ്ങൾ ഈ പട്ടാളക്കാരൊക്കെ ഉണ്ടല്ലോ, രാജ്യസ്നേഹമുള്ളവരാ. രാജ്യത്തെ രക്ഷിക്കാൻ കൂട്ടത്തോടെ പോണേ. പക്ഷെ ഒരു ചാവേർ ആ ഭാഗം നശിപ്പിക്കാൻ തന്നെ ഒറ്റയ്ക്കാ. അത് മനസ്സിലായോ? നിങ്ങൾ എന്റെ സൈഡാണോ ഇയാളുടെ സൈഡാണോ? അല്ല, ഇക്കാര്യം പറയുമ്പോ നമ്മൾ സൈഡിലൂടെ പോയിന്റ് വരും. സത്യം പറയുമ്പോ പിന്നെ സൈഡിൽ നിൽക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട്. നിങ്ങൾക്ക് എന്നെ കരാട്ടെ പഠിപ്പിക്കാൻ പറ്റുമോ ഇല്ലയോ? പറ്റും. അത്രയ്ക്ക് ധൈര്യമാണെങ്കിൽ ഈ ഓടൊന്ന് തലക്കടിച്ച് പൊട്ടിക്കാം. ഈ ഓട് തലക്കടിച്ച് പൊട്ടിക്കണം. വളരെ സിമ്പിൾ ആയിട്ടുള്ള. അയ്യോ, കാലമാടത്തി എന്റെ തലയിൽ അടിച്ചു പൊട്ടിക്കാനാണോ ഞാൻ പറഞ്ഞേ? അല്ല, നിങ്ങളുടെ തലയിൽ അടിച്ചു പൊട്ടിക്കാനല്ലേ ഞാൻ പറഞ്ഞത്? നമ്മള് കേട്ടോണ്ടിരിക്കും. നിങ്ങൾ പറഞ്ഞ ഈ തലക്കടിച്ച് പൊട്ടിക്കാനാ പറഞ്ഞത്. ആരുടെ നിങ്ങൾ പറഞ്ഞില്ല. നിങ്ങളുടെ പറഞ്ഞേക്കും എന്റെ തലച്ചോറ് തെറിപ്പിച്ചില്ല ഇവര്. ധൈര്യമാണോ? അത്ര ധൈര്യമാണോ? പഠിപ്പീര് ആണോ? അങ്ങനെ ശിക്ഷ കിട്ടിയില്ല നിങ്ങൾക്ക്? ചേട്ടാ, ഈ കരാട്ടെ പഠിക്കുമ്പോ എനിക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. മഹർഷിയുടെ കൂട്ടായി പോയി.
അതായത് എല്ലാ ആക്രമണങ്ങളും നമുക്ക് തടയാൻ പറ്റുമോ കരാട്ടെ പഠിച്ചാലോ? എല്ലാ ആക്രമണം പഠിച്ചു കഴിഞ്ഞ എല്ലാ ആക്രമണങ്ങളും നമുക്ക് തടയാൻ പറ്റും. പിന്നെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ, 2 മാത്രം. ഒന്ന് കൊന്നപ്പത്തലിനുള്ള അടിയും ചുടുകട്ടയ്ക്കുള്ള ഏറും. ഇത് മാത്രമേ നമുക്ക് അത് നമുക്ക് ചിലപ്പോൾ തടുക്കാൻ പറ്റില്ല. കാരണം അകലെന്ന് വെച്ചാൽ ഒറ്റ ഏറ് കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകില്ലേ, അത് നമുക്ക് തടുക്കാൻ പറ്റില്ല. നമ്മളിങ്ങനെ നന്നായിട്ട് എല്ലാരും പഞ്ച് ചെയ്ത് ഇടിക്കുകയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൈക്ക് നല്ല ആരോഗ്യം വേണമായിരിക്കും. പിന്നെ കൈക്ക് നല്ല ആരോഗ്യം വേണം. കൈക്ക് നല്ല ആരോഗ്യം ഉണ്ടാവാൻ നല്ല മണലുണ്ടല്ലോ, നല്ല ചൂടൻ മണല്, അതിങ്ങനെ ചാക്കിനകത്ത് കെട്ടി തൂക്കിട്ട് ഭയങ്കര ഇടി ഇടിച്ചു കഴിഞ്ഞാൽ നല്ല ആരോഗ്യം ഉണ്ടാവും കൈക്ക്. അതപ്പോ എല്ലാ ദിവസവും ചെയ്യണോ? എല്ലാ ദിവസവും ഞാൻ അങ്ങനെ എല്ലാ ദിവസവും ചെയ്യും. എല്ലാ ദിവസവും ചെയ്യും. നിങ്ങൾക്ക് ഇപ്പൊ എന്ന് ഈ ചൂടുള്ള മണൽ എവിടെ നിന്ന് കിട്ടും? ചൂടുള്ള മണലോ? എനിക്ക് കടല വറക്കണ പരിപാടിയല്ലേ. കടല വറക്കൽ കഴിഞ്ഞിട്ട് ഞാൻ ആ സഞ്ചി ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇടിക്കും. ആ കൈ ഒന്ന് പിടിച്ചു നോക്ക്. ഈ കയ്യോ പഴം പോലെ ഇരിക്കുന്നു. പഴം പോലെയാണോ? ഇന്നലെ ഞാൻ ഇടിച്ചില്ല, അതാ. ഒരു ദിവസം ഇടിച്ചില്ലെങ്കിൽ പഴമാവൂ. ദിവസം ഇടിച്ചില്ല പഴമായി. ചേട്ടാ ഒരു കാര്യം ചെയ്യട്ടെ, നമ്മൾ ഈ ശത്രുക്കളെ കണ്ടാൽ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റാം? എന്റെ കൊച്ചെ, കരാട്ട പഠിക്കണോ? പഠിക്കണമെങ്കിൽ ഇങ്ങനെ വളവളാന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. തപാലിനകത്ത് നീന്തൽ പഠിച്ചാലിരിക്കും. അതിന് കരാട്ടയ്ക്ക് പ്രാക്ടീസ് വേണം. പ്രാക്ടീസ് ചെയ്യണം. ഇപ്പൊ കൊച്ചിന് ഇപ്പൊ എന്താ അറിയേണ്ടത്? എനിക്ക് എങ്ങനെയാണ് ഇത് പ്രാക്ടിക്കലായിട്ട് എങ്ങനെ നടക്കുന്ന സംഭവം എന്ന് കാണണം. അത് തല്ലണത് എങ്ങനെ തടയണം എന്നല്ലേ? ഒരാൾ നമ്മളെ തല്ലി കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ തടയും? അത് ഞാൻ കാണിച്ചു തരാം. തടയാനുള്ള മുറകളൊക്കെ കാണിച്ചു തരാം. തടയാൻ എല്ലാ സാധനവും ഞാൻ കാണിച്ചു തരും. അതാ കാണിച്ചു അടിക്കാം. ഞാൻ അടിക്കാനോ? അല്ലല്ല, നമുക്ക് വേറെ ആളെ ഇറക്കാലോ അടിക്കാൻ. ആരെ? നോബി ചേട്ടാ, ഒരു സഹായം. പുള്ളി വേണ്ട, പുള്ളി വേണ്ട. അല്ല, പുള്ളി അടിപൊളിയാ. ഇല്ല എനിക്ക് അത്ര അടിപൊളി ഇഷ്ടമല്ല. പുള്ളി മതി. ഇത്രയും വലിയ മാസ്റ്റർ അല്ലേ, നിങ്ങൾക്ക് അത്രയെങ്കിലും ഒരാള് വേണം. ഭയങ്കര അഭ്യാസം ഞാൻ കലി കയറിക്കാൻ ഞാൻ എന്തൊക്കെ ചെയ്യുന്നു പറയാൻ പറ്റില്ല. അതുകൊണ്ട് അപ്പൊ എന്നെ ചെയ്യാന്ന്? അല്ല എന്നാലും നിങ്ങൾ വേറെ ചെറിയ മനുഷ്യനാണല്ലോ. പേടിക്കണ്ട, കുഴപ്പമില്ല, പേടിക്കണ്ട. നീ കരാട്ട അറിയില്ല? ഇല്ലേ? ഇല്ലല്ല, എനിക്കൊന്നും അറിഞ്ഞൂടാ. എന്നാ അയ്യോ, ചുരുട്ടാണോ അത്? ഇത് വെച്ച് തല്ലാൻ പോകണോ? ഇല്ല, കാറ്റാടി. അപ്പോ ഞാൻ ഇങ്ങനെ നിൽക്കുന്നു. നിങ്ങൾ എങ്ങനെ തല്ലിയാലും ഞാൻ തടുക്കും. അല്ല അങ്ങനെയല്ല, അല്ല ഞാൻ സ്റ്റെപ്പ് എടുക്കട്ടെ, സ്റ്റെപ്പ് എടുക്കട്ടെ. അല്ല അല്ല അയ്യോ, അല്ല പെങ്ങളെ അടിക്കരുത്. നിങ്ങൾ എന്തോ കരാട്ടെ മാഷ ഇവിടെ മുഴുവൻ നിന്ന് കൊള്ളുവായിരുന്നല്ലോ തടുക്കാൻ പഠിപ്പിക്കാന്ന് പറഞ്ഞിട്ട്. നാണോട്ടോ നിങ്ങക്ക്? ഇപ്പഴാ എനിക്കൊരു കാര്യം മനസ്സിലായേ. എന്താ? ചുടുകട്ടക്കുള്ള ഏറും കൊന്നപ്പത്തലിനുള്ള അടി മാത്രമല്ല, തലയ്ക്ക് വെളിവില്ലാത്തവൻ തല്ലിയാലും തടുക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു പാഠം പഠിച്ചില്ലല്ലേ? ഹലോ, അങ്ങനെ ഒരു പാഠം പഠിച്ചല്ലോ. അപ്പൊ വെറുതെ ഇരിക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരണം. അപ്പൊ നമ്മൾ ഓരോരോ പാഠങ്ങൾ പഠിപ്പിച്ച് വിടാം കേട്ടോ, ഇതുപോലെ. ഇനി വേണോ? വേണ്ട.